നമുക്കറിയാം ട്രാക്ടർ വെച്ച് ഉഴുതു. ഇതൊക്കെ എപ്പോഴും പറഞ്ഞ കേട്ട് നിങ്ങൾക്ക് മടുപ്പുണ്ടായെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയും, കാരണം പുതിയതായിട്ട് കിടക്കുന്നവർക്കും പഠിക്കാൻ പറ്റുമല്ലോ. ഇതാണ് എൻ്റെ തണ്ണിമത്തൻ കൃഷി. ഈ തണ്ണിമത്തൻ കൃഷിയുടെ പ്രത്യേകത ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ട്രിപ്പ് ഫെർട്ടിഗേഷനാണ്. ട്രാക്ടർ വെച്ച് പറമ്പെല്ലാം ഉഴുതു തെളിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ പറയും, കാരണം പുതിയ ആൾക്കാരായിട്ട് ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട് അല്ലെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ തണ്ണിമത്തൻ്റെ കാലമാണ് വരുന്നത്. അപ്പോൾ കൃഷി രീതികളൊക്കെ പഠിക്കേണ്ടതുണ്ട്. കൃഷി ചെയ്ത് പഠിച്ച് ചെയ്യേണ്ടവരുണ്ട്, പഠിക്കാതെ ചെയ്യുന്നവരുണ്ട്. എന്തായാലും പഠിക്കണം. എങ്കിലും നമുക്ക് കൃഷി തണ്ണിമത്തൻ നട്ടുകൊണ്ട്. കാരണം ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇത്തവണ ഒരു 500-ലധികം ആൾക്കാർക്ക് തണ്ണിമത്തൻ്റെ സീഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്ടർ വെച്ച് ഉഴുത് നിലപ്പാക്കിയതിന് ശേഷം ഇവിടുത്തെ കുമ്മായം കൊടുത്തു, അതിന് ശേഷം അതിൻ്റെ പുറത്ത് കോഴിവളം കൊടുത്തു, അതിൻ്റെ പുറത്തും വേപ്പുണ്ണാക്ക് കൊടുത്തു, ചാണകപ്പൊടി കൊടുത്തു, അങ്ങനെ എല്ലാം ചേർത്ത് ചെയ്ത് മിശ്രിതം ഉണ്ടാക്കിയാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബെഡിൽ തൈ കുത്തുകയാണ്, അതായത് നമ്മൾ തണ്ണിമത്തൻ്റെ കുരു കുത്തുകയാണ് ചെയ്തത്. കുത്തുകഴിഞ്ഞാൽ തീരെ ചെറുതായിട്ട് കുത്തി വയ്ക്കുകയാണ്. കാരണം ഒരുപാട് ആഴത്തിൽ കുഴിച്ച് കഴിഞ്ഞാൽ കിളിപ്പ് വരാൻ കുറേ താമസിക്കും. അപ്പം ആഴം കുറച്ച് നമ്മൾ വിത്ത് കൊടുത്ത് ഇപ്പോൾ ഇലകളെല്ലാം വന്ന് വള്ളി വീശി. അപ്പോൾ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്നവർ റൗണ്ടിലുള്ള നമ്മൾ പറയുമല്ലോ വാരം കോരും അല്ലെങ്കിൽ വരമ്പ് കോരുമ്പോൾ അതിന് 60 സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നടണം. വരമ്പുകൾ തമ്മിൽ ഏകദേശം 2-2.5 മീറ്റർ തൊട്ട് 3 മീറ്റർ വരെ അകലം ഉണ്ടാകണം. കാരണം ഇത് 2 മീറ്റർ അധികം വള്ളികൾ തമ്മിൽ വരും, വളർച്ചയുണ്ടാകും. അപ്പോൾ തണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 1/2 മീറ്റർ ആകുന്ന തണ്ടൊന്ന് മുറിച്ച് കൊടുത്താൽ കൂട് ചെനപ്പം ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ വളർച്ച ഘട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യമാവുന്ന വളങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. കാരണം ഈ അടിവളമാണ് ഇതിന് കൂടുതൽ വേണ്ടത്. വളം കൂടുതൽ വേണ്ട ഒരു സാധനമാണ് തണ്ണിമത്തൻ. അന്നേരം കായ്ക്കൊക്കെ നല്ല മുഴുപ്പം ഉണ്ടാവുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ചുവട്ടിൽ നിന്നും 3 കായൽ കൂടുതലുണ്ടാകാൻ പാടില്ല. ഒരു ഏകദേശം 3-4 കിലോ ഉണ്ടാകും. എങ്ങനെ വന്നാലും നമുക്കൊരു ചുവട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ 10 മുതൽ 15 വരെ കിലോ വിളവെടുപ്പ് കിട്ടും. അപ്പോൾ 3 കായ കൂടുതൽ വരുമ്പോൾ നമ്മൾ ആ മറ്റൊക്കെയുള്ള അടത്തി കളഞ്ഞാലേ ഇതിന് തൂക്കം കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പരിചരണ ചെടികൾ. വള്ളിയൊക്കെ വീശിക്കഴിഞ്ഞാൽ സൂഡോമോണസ് കൊടുക്കണം. അതിൻ്റെ വള്ളികൾ ഒരിക്കലും ഒരു തണ്ടിൻ്റെ പുറത്ത് മറ്റൊരു തണ്ട് കയറി കിടക്കാൻ പാടില്ല. അത് ഒത്തിരി ശ്രദ്ധിച്ചോളണം. അതുകൊണ്ടാണ് നമ്മൾ അകലത്തിൽ നടണം. അതോടൊപ്പം തന്നെ വരമ്പ് തമ്മിലും അകലമുണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തണ്ണിമത്തൻ കൃഷി നമുക്ക് വിജയരാക്കാൻ പറ്റും. വരുന്നത് വേനൽ വലിയ ചൂടാണ്. ആ ചൂടിൽ കുളിർമയേക്കാൻ തണ്ണിമത്തനെ കഴിയുള്ളൂ. അപ്പോൾ തണ്ണിമത്തൻ കൃഷി ലാഭകരമാക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ആ ശ്രദ്ധയോട് കൂടി നമുക്കൊന്നിച്ച് തണ്ണിമത്തൻ കൃഷി ഈ കേരളത്തിൽ വിജയിപ്പിച്ച് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്, അതായത് ഇതിൻ്റെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ടാകും. അപ്പോൾ അതിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നമ്മുടെ ചെറിയ ഒരു ഫേസ്ബുക്ക് പേജാണ്. ആ പേജിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അംഗമായി മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.